എൻ്റെ പ്രിയമുള്ള ബന്ധുക്കൾക്ക് ഏവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം. കഴിഞ്ഞ ദിവസം നമ്മൾ ബ്രഹ്മദിവസത്തെപ്പറ്റി, അതായത് ബ്രഹ്മാവിൻ്റെ ഒരു ദിവസത്തെപ്പറ്റിയൊക്കെ ചിന്തിച്ചു. അതായത് സൃഷ്ടിയുടെ കാലാവധി അത് 432 കോടി വർഷമാണെന്നൊക്കെ നമ്മൾ വിശദമായിട്ട് ചർച്ച ചെയ്തതാണ്, കഴിഞ്ഞ വീഡിയോയിൽ ചർച്ച ചെയ്തതാണ്. ഇന്ന് നമുക്ക് മനുഷ്യവർഷം മുതലുള്ള കാലഗണനയുടെ സൂക്ഷ്മ അംശങ്ങൾ മുതൽ സ്ഥൂലമായിട്ടുള്ള അവസ്ഥ വരെ ചിന്തിക്കേണ്ടതായിട്ടുണ്ട്. മനുഷ്യൻ്റെ ഒരു സംവത്സരം എന്ന് പറയുന്നത് 6 ഋതുക്കളാണ്. അതായത് 12 മാസം, 360 ചാന്ദ്ര ദിവസമാണ്. അതായത് ഒരു ചാന്ദ്രവർഷം എന്ന് വേണമെങ്കിൽ പറയാം. 2 മാസമാണ് ഒരു ഋതുവിൻ്റെ കാലാവധി എന്ന് പറയുന്നത്. അങ്ങനെ 6 മാറി മാറി വരുന്ന ഋതുക്കൾ ചേരുന്നതാണ് 12 മാസം അല്ലെങ്കിൽ 360 ദിവസം എന്ന് പറയുന്ന ഒരു സംവത്സരം അല്ലെങ്കിൽ ഒരു ചാന്ദ്രവർഷം എന്ന് പറയുന്നത്. ഒരു മാസം എന്ന് പറയുന്നത് 30 ദിവസമാണ്. ആ 30 ദിവസം എന്ന് പറയുമ്പോഴേ ചന്ദ്രൻ്റെ വൃദ്ധിക്ഷയങ്ങൾ അനുസരിച്ച് കൂട്ടുന്ന 2 പക്ഷങ്ങളാണ്. അതിൽ പ്രഥമ മുതൽ ചതുർത്ഥി വരെയുള്ള ദിവസത്തോടു കൂടി അടുത്ത ദിവസത്തെ വാവൂടെ കൂട്ടുമ്പോഴാണ് ഒരു പക്ഷമാകുന്നത്. അങ്ങനെ 2 പക്ഷങ്ങൾ ചേരുന്നതാണ്. അത് കറുത്തവാവും വെളുത്തവാവും ചേരുന്ന 2 പക്ഷങ്ങൾ ചേരുന്നതാണ് ഒരു മാസം അല്ലെങ്കിൽ 30 ദിവസം എന്ന് പറയുന്നത്. ഒരു ദിവസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 2 അഹോരാത്രങ്ങളാണ്. അതായത് 60 നാഴിക, 30 നാഴിക 30 നാഴിക കൂടുന്ന 2 സെക്ഷനാണ് 60 നാഴിക എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. വേണമെങ്കിലെന്നല്ല, ശരിക്കും പറയാം. ഇനിയുമാണ് അതിൻ്റെ സൂക്ഷ്മമായിട്ടുള്ള ഗണിതത്തിലേക്ക് നമ്മൾ കിടക്കേണ്ടതായിട്ട് വരുന്നത്. ഒരു നാഴിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 60 വിനാഴിക അല്ലെങ്കിൽ ഒരു ഫലം എന്നൊക്കെ പറയും. ഒരു ഫലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 6 പ്രാണൻ അല്ലെങ്കിൽ 60 വിബലം എന്നാണ് കണക്ക്. ഇനി ഒരു പ്രാണൻ എന്താണെന്ന് നോക്കിക്കഴിഞ്ഞാൽ 60 ലീക്ഷകം എന്ന് പറയും. അതിനെ 10 സെക്കൻഡ് എന്നാണ് ആധുനിക ശാസ്ത്രം വിളിക്കുന്നത്. ഒരു ലീക്ഷകം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 60 ലെവ, അതിനെ 15 സെക്കൻഡ് എന്ന് പറയും. ഒരു ലെവ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 60 രേണു, അതായത് 100 സെക്കൻഡ് എന്ന് പറയും. ഒരു രേണു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 60 ത്രുടി, അതല്ലെങ്കിൽ 54,001 സെക്കൻഡ് എന്ന് കണക്ക്. ഒരു ത്രുടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സൂചിമുന കൊണ്ട് അടുക്കി വെച്ചിരിക്കുന്ന താമര ഇതളുകളിൽ ആരോഗ്യമുള്ള ഒരാൾ ആഞ്ഞു കുത്തിയാൽ ഒരു താമരതളിൽ നിന്ന് സൂചിയുടെ മുന അടുത്ത താമരതളത്തിലേക്ക് ആഴ്ന്നിറങ്ങുന്ന ആ വളരെ ചെറിയ കാലത്തെയാണ് സൂചിപ്പിക്കുന്നത് ഒരു ത്രുടി എന്ന് പറയുന്നത്. അതായത് 3,24,001 സെക്കൻഡ് എന്നാണ് കണക്ക്. ഇത്ര സൂക്ഷ്മമായിട്ടാണ് നമ്മുടെ കാലഗണന പോകുന്നത്. ഇതിനെയാണ് പാശ്ചാത്യർ പുച്ഛിച്ചു തള്ളുന്നത്, നമുക്കൊന്നും അറിയത്തില്ല എന്നൊക്കെ പറയുന്നത്. ഇതെല്ലാം സൂര്യസിദ്ധാന്തത്തിലും അഥർവവേദത്തിലും ഒക്കെ സൂചിപ്പിച്ചിട്ടുള്ളതാണ്. നമുക്കത് വാക്യങ്ങളിൽ കൂടി തന്നെ കേൾക്കാൻ പറ്റും. സൂച്യ പിന്നെ പത്മപത്രേ ത്രുടിതിരെ തഭ്യുദീയതേ തത്ഷ്ട്യ രേണുരുക്തിത്വോ രേണുഷ്ട്യാലവ സ്മൃത തത്ഷ്ട്യ ലീക്ഷകം പ്രോക്തം തത്ഷ്ട്യ പ്രാണ ഉച്യത എന്നാണ് പറയുന്നത്. നമ്മൾ ഈ ആദ്യം പറഞ്ഞതിൻ്റെ ശ്ലോകമാണ്. ഈ ശ്ലോകത്തിൽ നിന്നാണ് ആ കണക്കുകൾ നമ്മൾ ഉദ്ധരിച്ചെടുത്ത് വച്ചേക്കുന്നത്. അങ്ങനെ വരുമ്പോഴേ മനുഷ്യൻ്റെ 360 ദിവസം ഒരു സംവത്സരം, അങ്ങനെ 4,30,000 സംവത്സരങ്ങൾ ചേരുന്നതിനെയാണ് ഒരു കലിയുഗം എന്ന് പറയുന്നത്. അതാണ് പറയുന്നത് 360 ദിവസം കൂടുന്ന ഒരു സംവത്സരം. അത്രയും 4,30,000 സംവത്സരം ഒരു കലിയുഗം. ആ കലിയുഗത്തെ 2 കൊണ്ട് ഗുണിച്ചാൽ 8,64,000 വർഷം എന്നൊരു കണക്ക് കിട്ടും. അത് ദ്വാപരയുഗമാണ്. ഈ കലിയുഗത്തെ തന്നെ 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ, ഗുണിച്ചാൽ 12,96,000 വർഷം എന്ന കണക്ക് ലഭിക്കും. അതൊരു ത്രേതായുഗമാണ്. ഇനിയും അടുത്തത് സത്യയുഗമാണല്ലോ വരേണ്ടത്. അതിനെ 4 കൊണ്ട് ഗുണിക്കുക. കലിയുഗം എന്ന് പറയുന്ന 4,30,000 വർഷത്തെ 4 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ 17,28,000
വർഷമാണ് ഒരു സത്യയുഗം അല്ലെങ്കിൽ ഒരു കൃതയുഗം എന്ന് പറയുന്നത്. അതിൻ്റെ വലുപ്പം നമ്മൾ മനസ്സിലാക്കണം. ഇനി ഈ 4 യുഗങ്ങൾ ചേരുന്നതിനെ 43,20,000 വർഷം എന്ന് പറയുന്ന ചതുർയുഗം. ഒരു ചതുർയുഗം അല്ലെങ്കിൽ ഒരു മഹായുഗം എന്ന് പറയുന്നത് 43,20,000 വർഷമാണ്. അപ്പോൾ 71 മഹായുഗങ്ങൾ ചേരുന്ന ഒരു മന്വന്തരം 30,67,20,000 വർഷം ഒരു മന്വന്തരം എന്ന് പറയുന്നത്. അത്രയും 14 മന്വന്തരങ്ങൾ ചേരുന്നതിനെയാണ് ഒരു കൽപ്പം എന്ന് പറയുന്നത്. 42,90,80,000 വർഷം എന്നാണ് കണക്ക്. അതിന് തുല്യമായിട്ടുള്ള, അതായത് ഓരോ മന്വന്തരത്തിനും സന്ധികാലങ്ങൾ വേണം. ഇതെല്ലാം കൂടി ചേർന്ന് വരുമ്പോഴത്തേക്ക് 432 കോടി വർഷം ആണൊരു കൽപ്പം എന്ന് വരുന്നു. അപ്പം നമുക്ക് കുറേശ്ശെ ഈ കാര്യങ്ങൾ മനസ്സിലാക്കിപ്പോൾ, അല്ലെങ്കിൽ ആകെപ്പാടെ കൺഫ്യൂഷനായി പോകും. വീണ്ടും അടുത്തൊരു ക്ലാസ്സുമായിട്ട് നമുക്ക് ഒന്നിച്ചു കൂടാം. ഇത് നിങ്ങളുടെ സുഹൃത്തുക്കൾക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കണം. നിങ്ങൾക്ക് കഴിയുമെങ്കിൽ ഇത് പ്രഭാഷണം നടത്താൻ എവിടെയെങ്കിലും പോകാമെങ്കിൽ പോയി പ്രഭാഷണം നടത്തണം. ഇത് സാധാരണ ജനങ്ങളിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം. നമസ്തേ.